ഹലോ എവ്രി വൺ. കുഞ്ഞുങ്ങളുടെ ഡയറ്റിലെ സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യാനായിട്ട് 18 അടവും പഴറ്റി പരാജയപ്പെട്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ 19ാമത്തെ അടവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഷാമിലി സജസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. അടിപൊളിയായിരുന്നു, നല്ല യമ്മിയായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ വിചാരിക്കണ്ടാവും എന്തിനാ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യണേ, ബാക്കിയൊക്കെ കഴിച്ചാൽ പോരെന്ന്. അതിൻ്റെ റീസൺ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ആദ്യം തന്നെ നന്നായി കഴുകിയ സ്വീറ്റ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക. ഈ ക്യൂബ്സ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക, കാരണം അതിലെ സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ ഒന്ന് കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ക്യൂബ്സായിട്ട് അരിഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോയും അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തിയ കാഷ്നട്ടും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ക്രീമി ടെക്സ്ചർ കിട്ടണം. അതിനുശേഷം നമ്മുടെ ഈ ക്രീമി മിക്സ് ചൂടായ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെ കുക്കായി എന്നറിയണ്ടേ? നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ കുക്കറിൽ വിസിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് ലൈറ്റായിട്ടൊരു ഗ്രീൻ ആവാറില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ലൈറ്റായിട്ട് ഒന്ന് ഗ്രീനായി മാറും. ഇതുപോലെ. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ്. അതിന് നേച്ചേഴ്സ് പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ വൈറ്റമിൻ എ വളരെ അധികമുണ്ട്. അത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ പ്രോപ്പറായിട്ടൊരു ഡൈജഷനും അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൽ നല്ല അതായത് ഗുഡ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എനർജറ്റൈസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? ഇവിടെ ഞാൻ സ്വീറ്റ്നെസ്സിന് ആഡ് ചെയ്തത് ജാഗരിയുടെ സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് പൗഡറോ ഹണിയോ എന്തെങ്കിലും ആഡ് ചെയ്യാം. റിഫൈൻഡ് ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കാർഡമൻ പൗഡറും ആഡ് ചെയ്തു. സ്വീറ്റ്നെസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ആഡ് ചെയ്തു. ഇതുപോലെ ഫോൾഡിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് റെഡിയാണ്. ഈ മിക്സ് സെർവിങ് ഡിഷിലോട്ട് മാറ്റി റെഫ്രിജറേറ്റ് ചെയ്ത് കുറച്ച് നട്ട് പൗഡറും കൂടി ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഡെസേർട്ട് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.